ഈ ഒരു ഓട്ടോ. നമ്മൾ ഇത്രയും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഇത്രയും വാർത്ത കണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എങ്ങനെയാണ്, ആരാണ് എന്ന് ആരും അറിഞ്ഞിട്ടില്ല. ഒരു കാറും നിർത്തിയിട്ടില്ലായിരുന്നു. ആഡംബര വില കൂടിയ വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും നിർത്തിയില്ല. അപ്പോഴും സഹായമായിട്ട് വന്നാണ്ട് ഓട്ടോ ഡ്രൈവർമാരാണ്. ഈ ഒരു ഓട്ടോയാണ് ഈ വണ്ടി ഓടിച്ചിരുന്നതാണ്ട് ഈ ഒരു മനുഷ്യസ്നേഹി ഈ ചേട്ടനാണ്. ഒരാരും വണ്ടി വന്ന് നിർത്തിയപ്പോഴാണ് നമുക്കൊരു ആശ്വാസമായത്. വേറെ കുറേ സുഹൃത്തുക്കൾ, നന്മയുള്ള സുഹൃത്തുക്കൾ അവിടെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ എടുത്ത് വണ്ടി വെക്കാനൊക്കെ. അപ്പം അതിനകത്ത് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി വേറെ ആരും കയറിയില്ല, ഒരൊറ്റ വ്യക്തി മാത്രമേ കയറിയുള്ളൂ. അദ്ദേഹം ഒന്ന് കണ്ടേ, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഇദ്ദേഹമാണ് ആ വണ്ടിയിൽ അന്നേരം കയറി അല്ലേ? ആ ഒരു കാര്യം ഒന്ന് പറഞ്ഞു കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ ഹോട്ടലിൽ ഇറങ്ങിയാണ് ഈ ആക്സിഡന്റ് കണ്ടത്. ഭയങ്കര സൗണ്ടായിരുന്നു, എന്താണെന്ന് മനസ്സിലായില്ല. വന്ന് നോക്കിയപ്പോഴത്തേക്ക് ആ പയ്യൻ ഐസക് റോഡിൽ കിടക്കുകയാണ്. ഫുള്ള് തല മൊത്തം പൊട്ടി, ബ്ലഡ് മൊത്തം ഒലിച്ചിട്ട്. ഞാൻ ആംബുലൻസിൽ 3 വർഷം ഓടി വ്യക്തിയാണ്. അപ്പോൾ എനിക്കൊരു ഫീലിംഗ് മനസ്സിലായി. കാരണം ഞാൻ അന്നേരം പുള്ളിയെ എടുത്തിട്ട് വിജയൻ ചേട്ടനെ വിളിച്ചു. വിജയേട്ടൻ അന്നേരം ഓടി വന്നു. ചേട്ടാ ഒരു ഓട്ടോ എടുക്കാൻ ഞാൻ ഒരു 1000 വണ്ടി കൈ കാണിച്ചു. ആരും നിർത്തിയില്ല. ഞാൻ ഒത്തിരി വിളിച്ചു, വാടാന്ന് വിളിച്ചിട്ട് ആരും വന്നില്ല. ഒരു 10-15 മിനിറ്റ് അവിടെ ഞാൻ വെയിറ്റ് ചെയ്തു, ആരും വണ്ടി നിർത്തിയില്ല. ഈ കഴിഞ്ഞ അപകട ദിനത്തിൽ നമ്മളെല്ലാം ഒരുപാട് വിഷമിച്ച ഒരു അപകടമായിരുന്നു ചെങ്ങമനാട് വെച്ചിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഐസക്കിൻ്റെ ആ ഒരു ആക്സിഡന്റ് മരണം. ആ ഒരു സ്പോട്ടിൽ നമ്മളിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്തകളൊക്കെ കണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വാർത്ത, ഇപ്പോൾ ഒരു വീഡിയോ ഇടാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സ്പോട്ടിൽ ഞാനും എൻ്റെ കൂടെ ഇദ്ദേഹവും അതുപോലെ തന്നെ സത്യ എന്ന് പറഞ്ഞ ഒരു ഗായകനും നമ്മുടെ ചേട്ടനും ഉണ്ടായിരുന്നു. ഞങ്ങളൊരു പ്രോഗ്രാമിന് വേണ്ടി ചക്കുവരയ്ക്കൽ, ചെങ്ങമനാട് തന്നെ ചക്കുവരയ്ക്കൽ ഒരു പ്രോഗ്രാമിന് പോയ സമയത്തായിരുന്നു ഈ ഒരു ആക്സിഡന്റ്. നമ്മുടെ മുമ്പിലായിരുന്നു ഇദ്ദേഹം ഓടിച്ച, ഞാനിരുന്ന വണ്ടിയുടെ തൊട്ട് മുമ്പിലായിരുന്നു ഈ ഒരു ആക്സിഡന്റ് നടക്കുന്നത്. അപ്പം തന്നെ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ജനങ്ങളെല്ലാം ഓടിക്കൂടി. അപ്പം അവിടെ പല വണ്ടികൾക്കും കൈ കാണിച്ചു. കാറുകളൊക്കെ പോയായിരുന്നു, ആരും അങ്ങനെ സ്പീഡിൽ തന്നെ അവർ എടുത്തുകൊണ്ട് പോയി, ആരും നിർത്തിയില്ല. ആ ആക്ഷൻ നടക്കുമ്പോൾ ആ സ്പോട്ടിലുള്ള ആൾക്കാർക്ക് ആ ഹോട്ടലിൽ ഉടമയാണെന്ന് ആർക്കും മനസ്സിലായില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ ആരാ ഇതാന്ന് ആരും ചോദിച്ചാൽ ആർക്കും മനസ്സിലാവില്ല. ആരാരെന്ന് ചോദിച്ചിട്ട് മനസ്സിലാവില്ല. ആ ഹോട്ടലിൽ സ്റ്റാഫ് ഉണ്ടല്ലോ, അവർക്ക് പോലും മനസ്സിലായില്ല ഈ പുള്ളി ആരാന്നുള്ള മനസ്സിലായില്ല. കാരണം അമ്മമാര് ആക്സിഡന്റ് ആയിരുന്നു. വീണപ്പോഴത്തേക്ക് തലയെല്ലാം പൊട്ടി, ബ്ലഡ് ഫുള്ള് ചെവി കൂടെയും മൂക്കി കൂടെയും മൂത്രം ബ്ലഡായി. ആർക്കും മനസ്സിലായില്ലായിരുന്നു പുള്ളി കിടന്നത്. അത് കണ്ടപ്പോൾ നമുക്ക് അത്രയ്ക്ക് സഹിച്ചില്ല. ഒത്തിരി വണ്ടി കൈ കാണിച്ചു, ആരും നിർത്തിയില്ല. പക്ഷേ നമ്മുടെ വിജയണ വണ്ടി ചവിട്ടിയപ്പോഴാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയത്. അപ്പോഴാണ് ഞാൻ വണ്ടി നിർത്തിയത്. സുരേഷിന്റെ അടുത്ത് സുരേഷ് ആരാ അപ്പൊ പറഞ്ഞ് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഇറങ്ങി വന്നവരടുത്തെല്ലാം ചോദിക്കുന്നത് ആരാന്ന്, അവിടെ ഉള്ളവരാരും അറിയത്തില്ല. സുരേഷിന്റെ അടുത്തും പറഞ്ഞ് ഈ പുള്ളിയെ ഞാൻ കാണുന്നു, പുടിയൊക്കെ വളർത്തിക്കൊണ്ട് പുതിയ തലയ്ക്ക് നോക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എടുത്ത് വണ്ടിയെ കയറ്റിത്തരാമെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോകാം, അവിടെ ആകുമ്പോൾ പോലീസുകാരുണ്ട്, ഒന്നും പേടിക്കണ്ട, അവരെ ഡോക്ടറെ എടുത്തോട്ട് വലിച്ചോണ്ട് പോകുമെന്ന് ഞാൻ അങ്ങനെ 2-3 എണ്ണത്തിനെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന് മാത്രമുള്ള എൻ്റെ നമ്പർ എഴുതി വെച്ചേക്കുന്നത്. എൻ്റെ അടുത്ത് ചോദിച്ചു നമ്പർ എഴുതുന്നുണ്ട്. ഞാൻ പറഞ്ഞു സാറേ നമ്പർ എഴുതുന്നത് പാടില്ല, ഇടിയുണ്ടോ? ഞാൻ ഇടി കണ്ടില്ല, ഞാൻ അതിലൂടെ പോയ വണ്ടി കണ്ടു, എടുത്ത് കയറ്റി ഇവിടെ കൊണ്ടു തന്നു. ആരും കയറാൻ പറഞ്ഞതൊക്കെ കയറത്തില്ല, ഒരു കുഞ്ഞുങ്ങൾ പോലും കയറത്തില്ല. അവസാനം സുരേഷ് എടുത്തോളം സുരേഷെ കയറി ഇരുന്ന് പിടിച്ചോളാൻ പറഞ്ഞു. ബുദ്ധി ഇരുന്ന് പിടിച്ചെടുത്തോണ്ടാണ് ഞങ്ങൾ പോകുന്നത്. നമ്മുടെ കൺമുമ്പിലായിരുന്നു ഈ ഐസക് ജോർജിന്റെ ആ ഒരു അവസ്ഥ നമ്മൾ നേരിട്ട് കാണുന്നത്. ഞങ്ങള് വരുന്ന വഴിയിലായിരുന്നു, ഞങ്ങളുടെ വാഹനത്തിന് തൊട്ട് മുമ്പിലായിരുന്നു ഈ ആക്സിഡന്റ് നടക്കുന്നത്. അപ്പൊ ഞങ്ങള് പെട്ടെന്ന് ഞാനും ബാബുസീത്തും ഇറങ്ങിയിട്ട് ഞങ്ങള് ഓടി ഈ 2 പേരെടുത്തോട്ടും ചെന്നപ്പോ ഈ ഐസക് ജോർജിന്റെ മൂക്കിൽ കൂടെ വായിൽ കൂടെ ഒക്കെ ബ്ലഡ് വരുന്നതാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് ബാബുസീത്ത് പറഞ്ഞ കണക്ക് ഒരു ഒറ്റ വണ്ടി നിർത്താനുള്ളൊരു മനസ്സ് കാണിച്ചില്ല. അപ്പൊ അതിലൊരു ഈ 2 വ്യക്തികൾ, സുരേഷ് അല്ലേ, സുരേഷ് ചേട്ടനും ഈ വിജയൻ ചേട്ടനും, ചെങ്ങമനാട് കിടന്ന് ഓട്ടോ ഓടുന്ന വിജയൻ ചേട്ടനും, നന്മ മനസ്സുള്ള 2 പേരാണ്. അപ്പൊ ഈ വണ്ടി കൊണ്ട് അപ്പൊ തന്നെ നിർത്തിയിട്ട് ഈ എന്താ പറയാ ഐസക് ജോർജിനെ കൊണ്ടുവന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ. ഈ ഡൂക്ക് ബൈക്കുമായിട്ട് പാഞ്ഞു പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരെ ഒന്ന് ഓർക്കണം. നമുക്ക് അന്യാധീനപ്പെട്ട് പോകുന്നവര് നമ്മുടെ കുടുംബ അംഗങ്ങളാണ്. അപ്പോൾ അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ തൊട്ടടുത്ത് കിടക്കുന്ന വണ്ടി ഇടിച്ച് ആ പുള്ളിക്കാരൻ എന്താ പറയാ കുറെ സുഹൃത്തുക്കൾ വന്ന് പുള്ളിക്കാരനെ കൊണ്ടുപോവുക ഞങ്ങളുടെ മുമ്പിൽ തന്നെ. അപ്പൊ ഈ സുഹൃത്തിനെ നമ്മള് ഓട്ടോയിലോട്ട് കയറ്റുന്ന സമയത്തിന് ആ പുള്ളിക്കാരനെ സുഹൃത്തുക്കൾ വന്ന് കൊണ്ടുപോവാ. റോബിൻ എന്നാ പറയുന്നത്. നമ്മളത് മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പൊ ഈ പുള്ളിയുടെ ജീവനാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇന്നാണ് ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതും ബാക്കിയൊക്കെ എന്താ പറയാ പുള്ളിയുടെ മരണപ്പെട്ട കാര്യമാണ് ഞങ്ങൾ അറിയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ എന്താ പറയാ റോഡിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന എന്താ പറയാ ആ വ്യക്തിയെ കൊണ്ടുപോകാനും അല്ലെ അന്നേരം സഹായിക്കുന്നവരെ നമ്മൾ ആരും ഓർക്കത്തില്ല. അപ്പൊ ആ ഒരു വലിയ മനസ്സിന് വിജയൻ ചേട്ടാ നന്ദി മാത്രമേ ഉള്ളൂ. സുരേഷ് ചേട്ടാ അപ്പൊ ഇവർ 2 പേരും ആ വാഹനത്തിൽ കൊണ്ടുപോയി എന്ന് അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് പോയതല്ലേ? അപ്പൊ ആ ഒരു പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്ക് അവിടെ അന്ന് പോകേണ്ടി വന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ചേട്ടൻ്റെ കൂടെ ഞങ്ങളും പോയേനെ. അതുപോലെ തന്നെ ആ ഒരു ആക്സിഡന്റ് നടന്നപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു മൊബൈൽ എടുത്തിട്ട് വീഡിയോ പകർത്തായിരുന്നു.
പക്ഷെ ഒരു മനുഷ്യൻ ജീവന് വേണ്ടിയല്ലയോ അവിടെ കിടന്ന് മരണവെപ്രാളം ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു വീഡിയോ എടുക്കാൻ തോന്നിയില്ല. പിന്നെയും നമ്മളിത് വീഡിയോ ആക്കാൻ ഇപ്പം ചിന്തിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സുഹൃത്തുക്കളുടെ നന്മയാണ്. ഇവരെ ആ സമയത്ത് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി വിജയൻ ചേട്ടനും കൂടെ കയറി പോകാൻ വേണ്ടി സുരേഷ് ചേട്ടനും ഇല്ലയോ ഇവർ കാണിച്ച ഒരു മനസ്സ്. ഇവർ ആ വാഹനത്തിൽ കയറി ഇദ്ദേഹം കൊണ്ടുപോയി. ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് വണ്ടിയിൽ നോക്കുമ്പോൾ കാണാം ഈ സീറ്റ് നിറച്ചങ്ങ് ചോര നിറഞ്ഞ് ഈ പ്ലാറ്റ്ഫോം ചോര. ഇതിന്റെ ഇടയ്ക്കൂടെ ഒരു 1.5 ലിറ്റർ ബ്ലഡെങ്കിലും കാണത്തിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നത് ഇത്രയ്ക്കുമായിരുന്നു. ഞാനും എൻ്റെ കൊച്ചും 2 കൊച്ചുമക്കളൂടെ കഴുകി എടുത്ത പാട് ഭയങ്കരം. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പുള്ളി എടുത്ത് ഓട്ടോയിൽ കിടന്ന ശേഷം പുള്ളി എന്നെ മടി കിടന്നതാണ്. മടി കിടന്ന് ഞാൻ പ്രാവശ്യം വിളിച്ചു, ഇവിടുന്ന് അവിടം വരെ വിളിച്ചിട്ട് അനക്കമില്ലായിരുന്നു. ഒരുപാട് ഞാൻ വിജയണ അനക്കമില്ല, രക്ഷപ്പെടത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഞാൻ അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ ഇറക്കിയപ്പോൾ പുള്ളിക്ക് ബ്രീത്തിങ് വന്നു. ബ്രീത്തി പറഞ്ഞാൽ രക്ഷപ്പെടും എന്നൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ നമുക്ക് നല്ല പ്രതീക്ഷയായിരുന്നു രക്ഷപ്പെടുന്നുള്ളൂ. പക്ഷേ എന്തോ ഉപയോഗിച്ചാൽ ഒന്നും രക്ഷിക്കാൻ പറ്റില്ല. ബൈക്കുകൾ ശരവേഗത്തിൽ പായുന്ന കുട്ടികൾ ഓർക്കണം, ഇവർക്കും വീട്ടിൽ പിള്ളേരുണ്ട്, കൊച്ചുങ്ങളുണ്ട്. ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ആ കുഞ്ഞുങ്ങൾക്കും ഭാര്യമാർക്കും അവർക്ക് ആരുമില്ല. അതുകൊണ്ട് അത് എല്ലാം നോക്കിയേ റോഡിൽ വാഹനങ്ങൾ ഓടിക്കാം. ഞങ്ങളെപ്പോലുള്ള ഓട്ടോ ഡ്രൈവർമാർ എന്തൊരാവശ്യ ഘട്ടങ്ങളിൽ വന്നാലും ഏത് ആപത്ത് വന്നാലും ഞങ്ങൾ എടുക്കും. ഞങ്ങൾ വേറെ ഒന്നും അന്നേരം ചിന്തിക്കത്തില്ല. ഒരു ജീവൻ പോകരുന്നൊരു ചിന്ത മാത്രമേ എനിക്കായാലും വിജയനായാലും ഈ അണ്ണനായാലും ഞങ്ങൾക്ക് തോന്നുന്നത്. ഒരു ജീവൻ പോലെ ഞങ്ങളെ കൊണ്ട് ഒക്കുമെങ്കിൽ അതിനെ നമുക്ക് രക്ഷിക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പെട്ടെന്ന് കൊണ്ടു ചെല്ലുന്നത്. 5 ദിവസമല്ലേ, 5 വർഷം ഇവിടെ മരണം സംഭവിച്ചു. മരണശേഷം ഞാൻ വൈകിട്ടൊരു വീഡിയോ കാണുന്നു. പുള്ളിയും മോളും വൈഫും കൂടെ ഒരു കാറിൽ പോന്ന് ആ മോള് പപ്പ എന്ന് വിളിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. കാരണം ജീവിതത്തിൽ ഒരു ഭൂമിയിലെ മക്കൾക്ക് ഇങ്ങനെ അവസ്ഥ ഉണ്ടായിരിക്കട്ടെ ഈ ബൈക്ക് ഓടിക്കുന്ന പിള്ളേർ. കാരണം പപ്പ എന്ന് വിളിക്കാൻ ഇനി പറ്റത്തില്ല ജീവിതത്തിൽ. ഇനി ഒരിക്കലും ആ കൊച്ചിന് പപ്പ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം അദ്ദേഹത്തെ കൊണ്ടുപോയി. ഇനി വണ്ടി ഓടിക്കുന്ന എല്ലാ പയ്യന്മാരും പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം ബൈക്ക് ഓടിച്ചോട്ടെ, പക്ഷേ മാക്സിമം മറ്റൊരു കുടുംബത്തിന് ഒരു ബാധ്യത ഉണ്ടാകാൻ നോക്കുക. നമ്മുടെ സ്വന്തത്തിന് ആവശ്യമായി അത് മാക്സിമം പതുക്കെ പോകാൻ നോക്കുക. നമ്മുടെ പ്രിയപ്പെട്ട ഈ ചേട്ടൻ പറഞ്ഞ മാതിരി ഈ വാഹനങ്ങളിൽ വേഗത്തിൽ പോകുന്നവര്, കാരണം 2 വീലായാലും 4 വീലായാലും ഏത് വാഹനമായാലും സ്പീഡിൽ ഓടിക്കുന്ന ഒരു കാര്യം ഓർക്കണം. ഒരുപാട് പാവപ്പെട്ട റോഡിന്റെ സൈഡിൽ കൂടെ പതിയെ പോകുന്നവരുണ്ട്, വാഹനം ഓടിക്കുന്നവരുണ്ട്, സൂക്ഷിച്ച് നടന്നു പോകുന്നവരുണ്ട്. ഇവരെ ആരെയും കൊണ്ടൊന്ന് ഇടിക്കരുത്. ഇടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ വീടുകളിൽ നിന്ന് പ്രതീക്ഷയോട് അല്ലേ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ജീവൻ പോയി കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കുന്നവരല്ലേ ഒരിക്കലും ആ ഒരു നഷ്ടം നികത്താൻ പറ്റാത്തതാണ്. അപ്പം ഈ 2 വീലായാലും 4 വീലായാലും ആരോടിക്കുന്നതായാലും സൂക്ഷിച്ച് വാഹനം ഓടിക്കും അല്ലേ.